കൊച്ചേട്ടൻ്റെ കത്ത്. വൊസീഞ്ഞോ, പരിഹാസം പായസമാക്കാം. പ്രിയ DC കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5-ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിൽ അടിച്ചിട്ടിരിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്ക് ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായ ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തി കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജാസെ എവോറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന് അർത്ഥം വരുന്ന വൊസീഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിൻസെൻ്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വൊസീഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വൊസീഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോട് അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിട്ട് ഇറക്കിവിട്ട വൊസീഞ്ഞോയാണിത്. കാൽപന്തുകളുടെ വൈഭവവും പാലങ്ങളിൽ തുടുതുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്തും വൊസീഞ്ഞോയാണിത്. എന്നാൽ 20-ാം വയസ്സിനു മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ചു. 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വൊസീഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വൊസീഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് മെസ്സിയുൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളി പന്തുകളിൽ നിന്നാണോ? അല്ല. കളിക്കളത്തിൽ അയാൾ സകൂന്തം ശ്രദ്ധാപൂർവം ഗോൾ മുഖത്ത് മിഴി പൂട്ടാതെ നിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തെറ്റിത്തെറിപ്പിച്ചിട്ടുണ്ട്. പൊക്കക്കുറവിൻ്റെയും കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെപ്പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസ പേരുകൾ കൊണ്ടാണ് തൻ്റെ ജീവിതം മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ വളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തൻ്റെ പ്രതിരോധ ശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കുവാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിശ്രമത്തിനും നിന്ന് ഉയർന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചേർക്കാൻ നിങ്ങൾക്കും കഴിയും. ഗാലറികളിൽ നിന്ന് ഇരുന്ന് കമൻ്റ് അടിക്കുന്നവർ മെയ്യണങ്ങി കളിക്കുന്നവരെല്ലാം വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.